പാലക്കാട് എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വോട്ടറെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന രൂപത്തിൽ കേരളത്തിൽ വിവാദം കത്തിപ്പടരുകയാണ്. ഇപ്പോൾ പണം നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന സ്ത്രീയുടെ സകല വിവരങ്ങളുമടക്കം മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാർത്ത സത്യമാണെങ്കിൽ, പ്രചരിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ, ഇത് പുറം ലോകത്തേക്ക് എത്തിച്ച ആ ചെറുപ്പക്കാരന് ഹൃദയത്തിൽ നിന്ന് അഭിവാദ്യങ്ങൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നതും സ്ഥാനാർത്ഥികളിൽ നിന്ന് പണം വാങ്ങുന്നതും യഥാർത്ഥത്തിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ട സംഗതിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. പഴയ IPCയുടെ സെക്ഷൻ 171 അനുസരിച്ചും പുതിയ BNSന്റെ 170 അനുസരിച്ചും 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന, പിഴ ചുമത്തപ്പെടാവുന്ന കുറ്റകൃത്യങ്ങളിൽപ്പെട്ടതായിട്ടാണ് നിയമം അതിനെ എണ്ണുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനും നമ്മൾ നിൽക്കരുത് എന്ന് മാത്രമല്ല, ഇത് വളരെ മ്ലേച്ഛമായൊരു പ്രവർത്തനം കൂടിയാണ്. ജനവികാരമായിരിക്കണം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിപ്പിക്കപ്പെടേണ്ടത്. നാളെ വോട്ടെടുപ്പാണ്. നിർബന്ധമായും മുഴുവൻ ആളുകളും അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം. ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്? അതൊരു ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വോട്ട് രേഖപ്പെടുത്താൻ പോകുമ്പോൾ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്ഥാനാർത്ഥിയുടെ ചുറ്റും നടക്കുന്നവരാര് എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 കാര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അവരുടെ സ്വഭാവം, കഴിഞ്ഞകാല അനുഭവങ്ങൾ തുടങ്ങിയവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. എന്നാൽ സ്ഥാനാർത്ഥിയെ മാത്രമാണോ നോക്കേണ്ടത്? കേരളത്തിൽ പൊതുവായി സ്ഥാനാർത്ഥി ഉൾപ്പെടുന്ന പാർട്ടി ഏതാണെന്നത് കൂടി നോക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നോക്കേണ്ടതുണ്ട് എന്നാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ സുഗമമായി ഈ നാട്ടിൽ നടന്നു പോകാൻ ആവശ്യത്തിലുള്ള നയങ്ങൾ രൂപീകരിക്കുന്ന ഒരു ഗവൺമെന്റിനെ പ്രതിനിധാനം ചെയ്യാൻ കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കേണ്ടതുള്ളൂ. സ്ഥാനാർത്ഥിയെ മാത്രമല്ല, സ്ഥാനാർത്ഥി ഉൾക്കൊള്ളുന്ന പാർട്ടിയെയും അതിൻ്റെ മുന്നണിയെയും ആ മുന്നണി മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വരെ പരിശോധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. പലർക്കും പലതായിരിക്കാം. ചില മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ അവർ അനുകൂലമാണെങ്കിൽ മറ്റു ചിലർക്ക് ചിലപ്പോൾ കൃഷിയിൽ അവർ അത്ര അനുകൂലമായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവരെന്താണ് പരിഗണിക്കേണ്ടത്? ഓരോരുത്തരും അവരവരുടെ മേഖലകളെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം വോട്ട് രേഖപ്പെടുത്തേണ്ടത്. മതപരമായ മേഖലകളിൽ ജീവിക്കുന്നവർ അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ നടത്തിപ്പിനെയും ഒക്കെ ബാധിക്കുന്ന രൂപത്തിൽ ആരാണോ വളരെ കൃത്യമായി നിലപാടെടുക്കുന്നത് അവർക്ക് അനുകൂലമായ രൂപത്തിൽ ഉള്ള ഗവൺമെൻറ് ഏതാണോ അതിനെ നോക്കി വോട്ട് ചെയ്ത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും പലരും പലതായിരിക്കില്ലേ തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും. കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഗവൺമെൻറ് ഏതോ അത് നമ്മുടെ സംസ്ഥാനത്ത് ഭരണത്തിലേറട്ടെ. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നിടത്ത് എല്ലാവർക്കും ഒരുപോലെ താല്പര്യമുള്ളത് എന്നല്ല, മറിച്ച് കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ള ഗവൺമെൻറ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടമായിരിക്കണം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും തരുന്ന പൈസയോ മറ്റ് ആനുകൂല്യങ്ങളോ അല്ല. അങ്ങനെ ആരെങ്കിലും സഹായിക്കണമെന്ന് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് വരെ അവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവർക്ക് എപ്പോഴേ അത് കൊടുക്കാമായിരുന്നു. അതൊന്നും കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് വരെ അത് നീക്കി വെച്ച് ഈ കുറ്റകരമായ ഒരു സമയത്ത് തന്നെ കൊടുക്കുന്നത് വളരെ മെച്ചമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ സ്ഥാനാർത്ഥിക്കും ഒരു നിയമസഭാ ഇലക്ഷനിൽ പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക 40 ലക്ഷം രൂപ മാത്രമാണ്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള സ്ഥാനാർത്ഥികളിൽ പലരുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ 40 ലക്ഷത്തിലും എത്രയോ അപ്പുറത്ത് ഇവിടെ ചെലവാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് തെറ്റാണ്. ഈ ചെലവാകുന്ന പ്രചരണത്തിനും മറ്റും ചെലവാകുന്ന തുകയ്ക്കപ്പുറം പലപ്പോഴും വീടുകളിൽ കയറിയും അതേപോലെ തന്നെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് കയറിയുമൊക്കെ ആളുകൾ പൈസ കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു സംവിധാനം നിലവിൽ അറിഞ്ഞോ അറിയാതെയോ നടക്കുന്നുണ്ട്. ഇതൊരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൂടാ. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായും പരിഗണിക്കുന്നത് വോട്ടർമാരെ 3 കാറ്റഗറികളായി തിരിച്ചുകൊണ്ടാണ്. ഒന്ന്, അവർക്ക് എന്തായാലും വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള വിഭാഗം. മറ്റൊന്ന്, എന്തായാലും വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു വിഭാഗം. മൂന്നാമത്തെ വിഭാഗം വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് അവർ സംശയിക്കുന്ന വിഭാഗമാണ്. ഈ വിഭാഗത്തിലേക്കാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഓഫറുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഇനിയുള്ള ഓരോ നിമിഷവും ഉണർന്നിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ പണമോ മറ്റു വാഗ്ദാനങ്ങളോ നൽകി ഒരാളുടെയും വോട്ട് സ്വാധീനിക്കപ്പെടരുത്. അതിനുവേണ്ടിയുള്ള കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം.